എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പച്ചപ്പ് നിറഞ്ഞ നമ്മുടെ സ്വന്തം കപ്പത്തോട്ടത്തിലേക്കാണ്. കപ്പ ഇഷ്ടമില്ലാത്ത മലയാളി ആരെങ്കിലുമുണ്ടോ? നല്ല ചുടു കാന്താരി ചമ്മന്തിയും കൂട്ടി വേവിച്ച കപ്പയോ അല്ലെങ്കിൽ നല്ല മീൻ കറിയും കപ്പയോ ആലോചിക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോടും അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഈ കപ്പ വിശേഷങ്ങൾ പങ്കുവെക്കാം. നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ കപ്പത്തോട്ടം. നല്ല തഴച്ച് വളർന്നു നിൽക്കുന്ന കപ്പച്ചെടികൾ കണ്ടില്ലേ? കപ്പ നടുമ്പോൾ നമ്മൾ കുറച്ച് അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല വായുസഞ്ചാരവും സൂര്യപ്രകാശവും കിട്ടുന്ന സ്ഥലത്താണ് ഇത് നടേണ്ടത്. അടിവളമായി ചാണകപ്പൊടിയും കോഴിവളവുമൊക്കെ ഇട്ടുകൊടുത്താൽ കപ്പ നന്നായി പിടിക്കും. ഇടയ്ക്ക് മണ്ണ് കൂട്ടിക്കൊടുക്കുന്നതും കളകൾ മാറ്റുന്നതുമൊക്കെ ഈ നല്ല വളർച്ചയ്ക്ക് കാരണമാണ്. ഒരു കപ്പ നട്ട് അത് വിളവെടുപ്പിലേക്ക് എത്തുന്നതുവരെ ഒരു കർഷകൻ്റെ വലിയൊരു അധ്വാനവും പ്രതീക്ഷയും ഇതിൽ പിന്നിലുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങളും ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന രോഗബാധകളും ഒക്കെ വലിയ വെല്ലുവിളികളാണ്. എങ്കിലും ചെറിയ ചെടികൾ ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ആ വിഷമങ്ങളെല്ലാം മാറും. ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് നല്ല അടിപൊളി കപ്പ വിളവെടുക്കാൻ സാധിക്കും. നിങ്ങളിൽ എത്ര പേർക്ക് കപ്പ കൃഷി ചെയ്യാൻ ഇഷ്ടമുണ്ട്? നിങ്ങളുടെ നാട്ടിൽ കപ്പയ്ക്ക് എന്താണ് പറയാറുള്ളത്? പൂള എന്നാണോ, കൊള്ളി എന്നാണോ, അതോ കപ്പ എന്ന് തന്നെയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ കൃഷി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.